ദൃശ്യം 3 വാനോളം പ്രതീക്ഷയായിട്ടാണ് എത്തുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ സിനിമ 2013 റിലീസ് ചെയ്യുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ആരും പ്രതീക്ഷിച്ചില്ല മലയാള സിനിമയിൽ ആദ്യത്തെ 50 കോടി എത്തുമെന്ന്. അന്ന് മുതൽ ക്ലാസിക് ക്രിമിനൽ എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധി, ജോർജ് കുട്ടിയുടെ ബുദ്ധിക്ക് വേണ്ടി കാത്തിരുന്നു. ദൃശ്യം 2 OTT-യിലാണ് വന്നത്. കാരണം കോവിഡിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് OTT-യിലാണ് വന്നത്. അതും ഈ പറഞ്ഞ OTT-യിൽ വലിയ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചൊരു സിനിമയായി മാറി. പക്ഷേ എനിക്ക് ആ പടം പേഴ്സണലായിട്ട് പലപ്പോഴും ഒരു സീരിയൽ ടൈപ്പ് മേക്കിംഗ് ഒക്കെ തോന്നി. ട്വിസ്റ്റൊക്കെ അതിഗംഭീരമാണെങ്കിൽ പോലും ഒരു സീരിയൽ ടൈപ്പ് തോന്നി. ഫസ്റ്റ് ഒരു രക്ഷയില്ല. എൻ്റെ ക്യാമറമാൻ എനിക്കൊന്ന് സുജിത് വാസുദേവായിരുന്നു, ഗംഭീരമായിരുന്നു. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ക്യാമറ ക്വാളിറ്റി ഒന്നുമില്ല. ദൃശ്യം 3 അന്നേരം വാനോളം പ്രതീക്ഷയിലാണ്. പ്രീസെയിൽ ബുക്കിംഗ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത ബുക്കിംഗ് ആണ്. ഏകദേശം 26 കോടി 30 കോടിക്കൊക്കെ അടുത്ത് വരുന്നു. അങ്ങനാണെങ്കിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്ങനെ നോക്കിയാലും ഒരു 45 കോടി 50 കോടി കളക്ഷൻ വരാനുള്ള ചാൻസ് ദൃശ്യം 3ക്ക് വളരെ ചാൻസ് കൂടില്ല. എന്ന് പറഞ്ഞാൽ എമ്പുരാന് തൊട്ട് താഴെ. ഇനി കേരളത്തിൽ ലിയോയെ പൊട്ടിക്കണമെങ്കിൽ 12 കോടി വേണം. 12 കോടി പൊട്ടിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇനി ഇത് ഗംഭീര പടം ആണെങ്കിലും ഇല്ലെങ്കിലും ഈ കളക്ഷനൊക്കെ ഏകദേശം കാരണം എല്ലാം ബുക്കിംഗ് ആണ്, ഫുള്ളാണ്. ഏകദേശം 4 ദിവസത്തേക്കൊക്കെ ഫുള്ളാണ്. എങ്ങനെയൊക്കെ പോയാലും 100-150 കോടിയൊക്കെ കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അഭിപ്രായം മോശമാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ അറിയത്തില്ല. എന്തായാലും മിനിമം കളക്ഷൻ അവരെല്ലാം നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കാര്യങ്ങളും ഇന്റർവ്യൂവും അതിൻ്റെ എങ്ങനെ ബുക്കിംഗ് വേണം എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കളക്ഷൻ ഇങ്ങനെ നന്നായിട്ട് കയറി വരും. ഒരു ഹൈപ്പുള്ള പടത്തിനെ എത്രമാത്രം അതിൻ്റെ മാക്സിമം എത്തിക്കാവുന്നുള്ളതാണ് മോഹൻലാൽ മാജിക്കാണത്. ആ മാജിക്കിൽ ഇത്രയും കളക്ഷൻ കയറി എന്നുള്ളതിൽ അതിശയിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നാളത്തെ പടം ഗംഭീര റിപ്പോർട്ട് വന്നാൽ മലയാള സിനിമയിലെ ചരിത്ര നേട്ടത്തിലേക്ക് ദൃശ്യം 3 പോകുമെന്നുള്ളതിലും യാതൊരു സംശയവുമില്ല.